ഈ നിങ്ങൾ ഇപ്പൊ സ്വയമായിട്ടുള്ള ഓണ്ടർപ്രണർഷിപ്പിന് അപ്പുറത്തേക്ക് ബാക്കിയുള്ള ഇപ്പൊ ഏതെങ്കിലും ഒരു ആള് ഒരു ഇൻവെസ്റ്റ്മെന്റുമായിട്ട് വരികയാണെങ്കിൽ അവർക്കും ഈ പറഞ്ഞ പോലെ ഒരു ബിസിനസ് സാധ്യത തുടങ്ങാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ഔട്ട് ചെയ്യുന്നു എന്നൊക്കെ വായിച്ചിരുന്നു. എന്താണ് അതിന്റെ സാധ്യത? ഞങ്ങൾ ചെയ്യുന്ന ഇപ്പം ഇന്ത്യയിൽ നിന്നോ കേരളത്തിൽ നിന്നോ ഉള്ള ആൾക്കാർക്ക് അവർക്കൊരു ബിസിനസ് ആയിട്ട് തന്നെ UK മൂവ് ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പൊ സ്റ്റുഡന്റ് ആയിട്ടും കെയർ വിസയൊക്കെയാണ് മുമ്പ് ഉണ്ടായിരുന്നത്, അതും ഇപ്പൊ കുറഞ്ഞു. ഇപ്പൊ സ്റ്റുഡന്റ് വിസയിൽ പോയിട്ട് കാര്യമൊന്നുമില്ല, ഫാമിലി ആയിട്ടൊന്നും മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഒരു നല്ല കാറ്റഗറി ആൾക്കാർ, പ്രീമിയം കാറ്റഗറി ആൾക്കാർക്ക് ബിസിനസ് ആയിട്ട് തന്നെ UK പോകാൻ സാധിക്കും. സിയയുടെ ഒരു ബ്രാഞ്ച്, നമ്മൾ തന്നെ ഒരു എക്സിസ്റ്റിംഗ് ബ്രാഞ്ച്, ഏകദേശം 400 to 600,000 പൗണ്ടിൻ്റെ അടുത്ത് ടേൺ ഓവർ ഉള്ള ബ്രാഞ്ചുകൾ നമ്മൾ അവർക്ക് ഇത്ര പെർസെൻറ്റേജ് ഷെയർ പർച്ചേസ് ചെയ്ത് അവർക്ക് ഫാമിലി ആയിട്ട് തന്നെ മൂവ് ചെയ്ത് വരാം. അപ്പം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അവർ സ്ക്രാച്ച് നല്ല തുടങ്ങുന്നത്. അപ്പം Day 1 തൊട്ട് അവരവിടെ ഫാമിലിയായി വന്നാലും അവരുടെ എല്ലാ സോഴ്സിലെയും ഇൻകം ഉപയോഗിച്ച് അവർ സിയുടെ ഒരു ബ്രാഞ്ച് പർച്ചേസ് ചെയ്ത് അവിടെ വന്നാൽ പോലും അവർ സ്ട്രഗിൾ ചെയ്യില്ല. Day 1 തൊട്ട് അവർക്കൊരു ഇൻകം, അവരുടെ ബിസിനസ് മൊത്തം റൺ ചെയ്ത് പോകാനുള്ള രീതിയിലും ടേൺ ഓവർ ചെയ്യിപ്പിച്ചിട്ടാണ്, അങ്ങനെ ഒരു ടേൺ ഓവർ മീറ്റ് ചെയ്യുന്ന പ്രൊജക്റ്റുകളാണ് ഞങ്ങൾ ഇവരുടെ കയ്യിലേക്ക് കൊടുക്കുന്നത്. ഞങ്ങളൊരു 2-3 മാസം ഇവരുടെ കൂടെ നിന്ന്, ബിക്കോസ് ഇറ്റ്സ് ന്യൂ കൺട്രി ഫോർ ദം, 2-3 മാസം ഇവരുടെ കൂടെ നിന്ന് കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടാണ് ഇത് ഞങ്ങൾ പ്രൊജക്ട് അവരുടെ കയ്യിൽ ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു സർവീസും കൂടി ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പല ഓണ്ടർപ്രണേഴ്സ് ഈ ബിസിനസ്സിൽ അൺറിട്ടൺ റൂളൊക്കെ ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നുള്ളത്. അലീന ആ സ്റ്റേറ്റ്മെന്റിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? 100% ഞാൻ യോജിക്കുന്നുണ്ട്. അതിന് ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ ഇങ്ങനെ ഒരു സാധനം തുടങ്ങുകയെന്ന് ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല, ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ പറഞ്ഞത്. സോ നെവർ ട്രസ്റ്റ് എനിവൺ. നമുക്ക് നമ്മളെ വിശ്വസിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇപ്പം ഇവർ എനിക്ക് നാളെ ചെയ്തു തരും, അല്ലെങ്കിൽ ഈവൻ ദോ ഐ ഡോണ്ട് ട്രസ്റ്റ് മൈ സ്റ്റാഫ്, ഐ ഡോണ്ട് ട്രസ്റ്റ് മൈ ടീം ഓൾസോ, ഇവർ നമുക്ക് ചെയ്തു തരുമെന്ന് പറഞ്ഞ് നമുക്ക് ഒരിക്കലും കണ്ണടച്ചിരിക്കാൻ പറ്റത്തില്ല. നമ്മളെല്ലാത്തിലും കണ്ണ് ഓടിച്ചാലേ എല്ലാം നല്ല രീതിയിൽ പോവുള്ളൂ. സോ ഡെഫിനറ്റ്ലി നെവർ ട്രസ്റ്റ് എനിബഡി ബ്ലൈൻഡ്ലി. നമുക്ക് നമ്മൾ, അല്ലെങ്കിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും ഉള്ളൂ. എൻഡ് ഓഫ് ദി ഡേ ഇപ്പോൾ ബിസിനസ് പിന്നെ ലോസിൽ പോയാലും എങ്ങനെ പോയാലും ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ പറഞ്ഞ കൂടെയുള്ള ആരും ഉണ്ടാവണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. ടൈം മാനേജ്മെന്റ് എന്നുള്ളൊരു ഏരിയയിൽ അലീന വിശ്വസിക്കുന്ന ഒരു 2 റൂൾ എന്തായിരിക്കും? എനിക്കിപ്പം ആസ് ഓഫ് നൗ എനിക്കൊരു ടൈം മാനേജ്മെന്റ് ഇല്ല. എവിടെ എന്ത് പ്രശ്നം എവിടെ വരുമെന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. ടു ബി വെരി ഓണസ്റ്റ്, ഞാൻ കുറച്ച് നാളുകളായിട്ട് യാതൊരു ടൈം മാനേജ്മെന്റ് ഇല്ലാത്ത ഒരാളാണ്. ഇന്നിപ്പം ഇവിടെയാണെങ്കിൽ പ്രശ്നം, അടുത്ത സ്ഥലത്ത് പോയി പ്രശ്നം തീർക്കേണ്ടി വരും. അങ്ങനെ ഒരു ടൈം മാനേജ്മെന്റ് ഇല്ല എനിക്കിപ്പം. എല്ലാവരും പറയും പഞ്ച്വാലിറ്റി ഉണ്ടാവണം, മീറ്റിങ്ങിന് പഞ്ച്വലിൽ പോകണം, ഇന്ന സ്ഥലത്ത് രാവിലെ 6 മണിക്ക് എണീക്കണം, അല്ലെങ്കിൽ 5 മണിക്ക് ഓണ്ടർപ്രണേഴ്സ് ഒക്കെ 5 മണിക്ക് എണീക്കണം, അങ്ങനെ ആയിരിക്കാം. പക്ഷെ എന്നെയും ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾക്കിപ്പോൾ ഒരു ടൈം മാനേജ്മെന്റ് ഇല്ല. കാരണം ഞങ്ങൾക്കൊരു 7 months ഓൾഡ് ഒരു ബേബി ഉണ്ട്, ഞങ്ങളുടെ ബിസിനസ്സും ഉണ്ട്. രണ്ടിനെയും ഒന്നിച്ചു കൊണ്ടുപോകണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു ടൈം മാനേജ്മെന്റ് ഇല്ല ഇപ്പം. വേറൊരു കാര്യമുണ്ടല്ലോ, ഇപ്പം എത്രയൊക്കെ ഒരു മോശം അവസ്ഥയിലാണെങ്കിലും, അല്ലെ എത്ര ഒരു ബേബി സ്റ്റേജ് അവസ്ഥയിലാണെങ്കിലും നമുക്കൊരു വിഷൻ വേണം. അതായത് നമ്മുടെ ബ്രാൻഡിന്റെ ഒരു 5 വർഷത്തേക്കോ അല്ലെങ്കിൽ 10 വർഷത്തേക്കുള്ള വിഷൻ ഒരു ഓണ്ടർപ്രണറുടെ കയ്യിൽ ഉണ്ടാവണമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു വിഷൻ ഉണ്ടായിരുന്നു? ഇത് ആദ്യത്തെ ഔട്ട്ലെറ്റ് തുടങ്ങുമ്പോഴേ ഇതൊക്കെയായിരിക്കും നമ്മുടെ ഒരു അവസാനം, അല്ലെങ്കിൽ ഇതൊക്കെയായിരിക്കും നമ്മുടെ 10 വർഷത്തെ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ, അങ്ങനെ ഉണ്ടായിരുന്നു? വെരി ക്ലിയർലി ഞങ്ങൾക്കൊരു പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ പഴയ ഓണറിൻ്റെ അടുത്ത് ഞങ്ങളൊരു പ്രൊജക്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്തു. ഞങ്ങൾ 2 നൈറ്റൊക്കെ ഇരുന്നിട്ട് നമ്മുടെ ബ്രാൻഡിങ് ഇങ്ങനെയായിരിക്കണം, ഈവൻ ഞങ്ങളുടെ ഒരു വലിയ സിയയുടെ തന്നെ ഒരു വാൻ, അതൊക്കെ ഞങ്ങൾ AI ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തു. ഒരു വാനൊക്കെ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് സിയയുടെ സ്റ്റിക്കറിങ് ഒക്കെ ചെയ്തത്, അങ്ങനെ ഒരു 3-4 ഒരു പേപ്പറിലൊക്കെ ആക്കിയിട്ട് ഞങ്ങളിങ്ങനെ സിയയുടെ പ്രീവിയസ് ഓണറിനെ കൊണ്ട് കാണിച്ചു. ഇതാണ് ഞങ്ങളുടെ പ്ലാൻ. പുള്ളി ഒരു ബിഗ് വിഷനൊക്കെ ആണല്ലോ, ഇതൊക്കെ നടക്കുമെന്ന് ഞങ്ങളോട് ചോദിച്ചായിരുന്നു. പക്ഷേ ഞങ്ങളൊരു 6 months കൊണ്ട് ഞങ്ങളത് നടത്തി കാണിച്ചു. 6 months പോലും എടുത്തില്ല, അതിന് മുമ്പേ ഞങ്ങളത് നടത്തി കാണിച്ചു. ഞങ്ങൾ ഇത്രയും മിഷൻസ് ഇന്ന സ്ഥലത്തൊക്കെ തുടങ്ങണം എന്ന് ഞങ്ങളുടെ പ്രൊജക്ട് പേപ്പറിലൊക്കെ വെറുതെ ഞങ്ങൾ സെറ്റ് ചെയ്ത് കൊണ്ടുപോയായിരുന്നു. അതൊക്കെ ഞങ്ങൾ പുള്ളിനെ കാണിച്ചു. പക്ഷേ വിത്തിൻ ഫ്യൂ മന്ത്സ് ടൈം കൊണ്ട് തന്നെ ഞങ്ങളത് ഇംപ്ലിമെന്റ് ചെയ്തു. സോ നൗ വി ഹാവ് എ ക്ലിയർ വിഷൻ ആൻഡ് മിഷൻ ഫോർ ദ നെക്സ്റ്റ് 5 years ഓൾസോ. ഈ നെക്സ്റ്റ് 5 years ഈസ് എ പീക്ക് ടൈം ഫോർ അസ്. ചിലപ്പോൾ ഞങ്ങൾക്ക് സ്ലീപ്ലെസ് നൈറ്റുകൾ വന്നേക്കാം, ഫാമിലി ടൈമുകൾ ഉണ്ടാവാണ്ടിരിക്കാം. പക്ഷെ ആ 5 വർഷം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളുടെയും ഞങ്ങളുടെ ഫാമിലിന്റെയും കൂടെ നല്ല ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് ഞങ്ങൾക്ക് ഇപ്പോൾ ഉണ്ട്. കേരള ഫുഡ് മിസ് ചെയ്യാറുണ്ടോ UK? എന്തായാലും നമ്മളെ ഇറ്റാലിയൻ ഫുഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ കേരള ഫുഡൊക്കെ നമ്മൾ മിസ് ചെയ്യുമല്ലോ. അപ്പം വണ്ടി എടുത്തൊരു കറക്കം ഈസ്റ്റാമൊക്കെ ഒന്ന് ചുറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടം പോലെ കേരള ഫുഡ് കിട്ടുമല്ലോ. ചോറും മീൻ വറുത്തതും എല്ലാം ഇവിടെ ഇറങ്ങുന്ന എല്ലാ ട്രെൻഡിങ് സാധനവും അവിടെ ഇറങ്ങും. മലയാളി റെസ്റ്റോറന്റിലേക്ക് പോകുന്നു, അയാൾ എങ്ങനെയായിരിക്കും അവിടുത്തെ ഫുഡിനെ മനസ്സിലാക്കുക, അല്ലെങ്കിൽ അതിനുള്ള അപ്രോച്ച് എങ്ങനെയായിരിക്കും? ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു പിസ്സ കഴിച്ചിട്ട് നമ്മുടെ ചോറും കറിയും തൈരും പോലെ ആയില്ലല്ലോ, അങ്ങനെ ചിന്തിക്കുന്ന മലയാളികളുണ്ടോ? ഇഷ്ടംപോലെ. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്, ഞാൻ അങ്ങനെ ഒരു പോപ്പുലേഷൻ, ഒരു ഏഷ്യൻ പോപ്പുലേഷൻ എയിം ചെയ്തല്ല ഞാൻ ഈ ബിസിനസ് തുടങ്ങിയത് പോലും. ഞാനൊരു യൂറോപ്യൻ മാർക്കറ്റ് അല്ലെങ്കിൽ
ഒരു ബ്രിട്ടീഷ് പീപ്പിൾസിനെയും ഒരു യൂറോപ്പ് പീപ്പിൾസിനെയും എയിം ചെയ്താണ് ഞാൻ ഈ ഒരു റെസ്റ്റോറൻറ്റ് ഒരു ഇറ്റാലിയൻ കുസിൻ സ്റ്റാർട്ട് ചെയ്തത് വരെ. അപ്പം പല ആൾക്കാർക്കും പല ടേസ്റ്റ് ബഡ്സുകളായിരിക്കാം. ചില ആൾക്കാർക്ക് പിസ്സ ഇഷ്ടം, ചില ആൾക്ക് ചോറും കറി ആയിരിക്കാം, പഴങ്കഞ്ഞി ആയിരിക്കാം. ഇറ്റ്സ് അപ് ടു ദം. നമുക്ക് എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്ത് ഒരിക്കലും ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഒരു യൂറോപ്യൻ കസ്റ്റമർ വന്ന് പറയുന്ന ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അയാളുടെ ഒരു അപ്രോച്ച് ഒക്കെ ഏത് വിധത്തിലായിരിക്കും? ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയ ഒരു ടൈം കഴിഞ്ഞപ്പോൾ, ഒരു ടൈമിൽ ഞങ്ങൾക്ക് ബാഡ് റെസ്പോൺസ് കിട്ടിയ ടൈമും ഉണ്ടായിരുന്നു. സെയിലൊന്നും ഇല്ലാണ്ട് ഒരു ഇന്ത്യൻസ് വന്ന് ടേക്ക് ഓവർ ചെയ്തു, ഞങ്ങളുടെ പഴയ നല്ല റെസ്റ്റോറൻറ്റ് സ്പോയിൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് റിവ്യൂ കിട്ടിയ സമയങ്ങളും ഉണ്ട്. അങ്ങനെ സെയിലൊന്നും ഇല്ലാണ്ട് ഞങ്ങൾ ഇരുന്ന സമയവും ഉണ്ട്. പക്ഷെ അവിടെ നിന്ന് വി സ്കെയിൽ അപ്പ്. ഞങ്ങൾ ഇറ്റലിയിൽ നിന്ന് തന്നെ കൺസൾട്ടന്റിനെ കൊണ്ടുവന്ന് പുതിയ മെനൂസും സാധനങ്ങളൊക്കെ ഇറക്കി. പഴയതിലെ കുറെ ബെസ്റ്റ് സെല്ലിങ്ങിനെ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ പുതിയ സാധനങ്ങൾ ഞങ്ങൾ ഇറക്കി. അവിടുന്ന് വി സ്റ്റാർട്ടഡ് ടു ഗെറ്റ് വെരി ഗുഡ് റെസ്പോൺസ്. അപ്പം ഇതുപോലെ ഞങ്ങൾ ഇറ്റലിയിൽ പോലും ഇത്ര നല്ല പിസ്സ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു റിവ്യൂ റീസെന്റ് വന്നായിരുന്നു. അവിടുന്ന് വി സ്കെയിൽ അപ്പ് ആൻഡ് വി ഡിഡ് ഇറ്റ് വെരി വെൽ. ഈ ഹൈജീൻ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, അതാണ് പലപ്പോഴും ആളുകൾ ഈ റെസ്റ്റോറൻറ്റ് ബിസിനസ്സായിട്ട് ചേർന്ന് പറയുന്ന ഒരു ഏരിയ. അതായത് ഇത് ഡെയിലി റിസ്ക് ആണ് ഈ ഹൈജീനെ സംബന്ധിച്ചിടത്തോളം. അതായത് ഒരു മുടിയുടെ ഒരു ചെറിയ നാരെങ്കിലും എവിടെയെങ്കിലും ഒന്ന് വീണിട്ട് ആരെങ്കിലും ഒരു റിവ്യൂ ഇട്ടാൽ, അല്ലെങ്കിൽ ഗൂഗിളിൽ ഒരു ഫോട്ടോ ഇടാം, അല്ലെങ്കിൽ ഇപ്പോൾ എത്രയൊക്കെ പെസ്റ്റ് കൺട്രോൾ ചെയ്തെങ്കിലും ഒരു ഈച്ച സൈഡിലൂടെ പറന്നു പോകുന്നതോ എന്തെങ്കിലും ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ അതെന്തായിരിക്കും എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. ആ ടെൻഷനുകളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടോ? യെസ്, എക്സാക്ട്ലി. ഹോസ്പിറ്റാലിറ്റി പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ്. നമുക്ക് ഇതുപോലെ എന്തെപ്പം വരാമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ആരും നോട്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല. ഈ പറഞ്ഞതുപോലെ ഒരു കുഞ്ഞു മുടിയൊന്നും ആരും നോട്ടീസ് ചെയ്യും. നമ്മളെ എത്ര ടേക്ക് കെയർ ചെയ്താലും രോമമുള്ള മനുഷ്യന്മാരാണ്, എന്ത് വേണേലും എപ്പോൾ വേണേലും നടക്കാം. പക്ഷെ ഞങ്ങളെ സൈഡിൽ നിന്നാണെങ്കിൽ പോലും സെർവിങ് സൈഡിൽ നിന്ന് പുറത്തേക്ക് വരുമ്പം വി ട്രൈ ടു ഡു ദ മാക്സിമം ഒബ്സർവേഷൻ. അത് ഗോ ത്രൂ ചെയ്ത് ഇപ്പം സെർവ് ചെയ്യുന്ന ഷെഫ് ആണെങ്കിലും സെർവ് ചെയ്യുന്ന സ്റ്റാഫ് ആണെങ്കിൽ പോലും അത്രയും ഒബ്സർവ് ചെയ്തതിന് ശേഷം അത്രയും ടേക്ക് കെയർ ചെയ്തതിന് ശേഷമാണ് ഞങ്ങളത് ടേബിളിലേക്ക് എത്തിക്കുന്നത്. വി ആർ ട്രൈങ് ടു ഡു അവർ 100%, ബട്ട് we don't know what's going to be happen next. പെറ്റ്സ് കൺട്രോൾ സൈഡിൽ നിന്നാണെങ്കിലും ഫുഡ് ആൻഡ് ഹൈജീൻ സേഫ്റ്റി കൺട്രോൾ സൈഡിലും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ട് തന്നെയാണ് ഇതുവരെ നമ്മൾ റൺ ചെയ്തത്. ഒരു രീതിയിലുള്ള ഒരു UK വെയർബോട്ട്സ് ഇല്ലാതെ കംപ്ലീറ്റ്ലി ഒരു മലയാളി ചെല്ലുകയാണ് UK-യിലേക്ക്, അയാൾക്ക് വേണ്ട ഒരു മൈൻഡ് സെറ്റ് എന്താ? സെറ്റ് യുവർ മൈൻഡ് ടു ടേക്ക് എ റിസ്ക്. there you can build your dreams. ആ ഒരു ഒറ്റ വേർഡ് എനിക്ക് പറയാനുള്ളൂ. ഇപ്പൊ റിസ്കുകൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെ തരം റിസ്കുകളാണ് വരിക? എല്ലാ റിസ്ക്കും വരും. ഹോസ്പിറ്റാലിറ്റി ഏത് ബിസിനസ് ആണെങ്കിലും നമ്പർ ഓഫ് റിസ്ക് ഫാക്ടേഴ്സ് ആർ ദർ. ഇപ്പം തുടങ്ങിയ ഡേ 1 തൊട്ട് ഇൻകം വരണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ചിലപ്പം ഒരു ബിസിനസ് അതിന്റെ ലെവലിലേക്ക് എത്താൻ വേണ്ടി ടേക്ക് 3 months 6 months മേ ബി 1 year. ആ 1 year പിടിച്ചു നിൽക്കാനുള്ള മെന്റൽ കപ്പാസിറ്റി നമുക്കുണ്ടാവണം. എങ്കിലേ നമുക്കൊരു ബിസിനസ്സിൽ സക്സീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഡേ 1 തൊട്ട് എനിക്ക് ഇൻകം കിട്ടണം എന്നുള്ള മെന്റാലിറ്റി കൊണ്ട് പോയി കഴിഞ്ഞാൽ യു ഫിനിഷ്. യു ആർ നോട്ട് സെറ്റ് ടു ഡു ദ ബിസിനസ്. ഇൻ ദാറ്റ് മൈൻഡ് പീപ്പിൾ നോട്ട് സെറ്റ് ടു ഡു ദ ബിസിനസ്.